പഠിക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് മോഡൽ എക്സാമിനും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിനും വരാൻ ചാൻസുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറയപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായി പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എക്സാം നല്ല രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കപ്പെടാനുള്ളൂ. സാധാരണ ഈ ക്വസ്റ്റ്യൻസാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളത്. ഏതൊക്കെയെന്ന് പോയി നോക്കാം. ഫസ്റ്റ് സ്പീച്ച് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറുള്ളത്. എന്തായാലും നമുക്ക് നിരവധി ചാപ്റ്റേഴ്സ് ഉണ്ട്. 3Ls അതേപോലെ തന്നെ ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ്, പിന്നെ അതേപോലെ അമിഗോ ബ്രദേഴ്സ്, ഇതിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പീച്ച് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തതാണ് പോയിൻ്റ് കമ്പാരിസൺ. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. 2 പോയിൻ്റ് ഉണ്ടാവും. ഒന്ന് ടെക്സ്റ്റ് ബുക്കിലെ പോയം, ഒന്ന് ഔട്ട് ഓഫ് ടെക്സ്റ്റ്. ഈ 2 പോയത്തിനെ പറ്റി എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. പിന്നെ മൂന്നാമതാണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാലും റെസ്യൂം എന്ന് കണ്ടു കഴിഞ്ഞാലും എല്ലാത്തിനും എഴുതാൻ പറ്റിയൊരു സിമ്പിളായ ആൻസർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റാണ് ആർട്ടിക്കിൾ ഓർ എസ്സേ. അതായത് ഏകദേശം രണ്ടും സെയിം ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറുള്ളത്. ഹെഡിങ് വേണം, പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, എക്സ്പ്ലനേഷൻ, കൺക്ലൂഷൻ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് +1ലും +2ലും വരുന്നൊരു ക്വസ്റ്റ്യനാണ് ന്യൂസ് പേപ്പർ. അതായത് നമുക്ക് സാധാരണ നമ്മൾ മലയാളം പത്രം വായിക്കാറില്ല, അതേ രീതിയിലാണ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് അത് വരാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നിരവധി ക്യാരക്ടേഴ്സ് ഉണ്ട്, നിരവധി സ്റ്റോറീസ് ഉണ്ട്, അതിൽ നിരവധി ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ക്യാരക്ടർ സ്കെച്ച് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്ലോഗ്, ബ്ലർബ് രണ്ടും വെവ്വേറെയാണ്. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഒരു ഹെഡിങ് വേണം, ഒരു പേര് വേണം, ഒരു ഡേറ്റ് വേണം. ബ്ലർബ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിനെ പറ്റിയുള്ളൊരു ഷോർട്ടായ ഡിസ്ക്രിപ്ഷനാണ്. ആ ബ്ലർബ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തിനാ ബുക്ക് വായിക്കാൻ തോന്നണം. അതേ രീതിയിലാണ് എഴുതേണ്ടത്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് സാധാരണ ഇത് വരാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ റൈറ്റപ്പ് അല്ലെങ്കിൽ പാരഗ്രാഫ് റൈറ്റിംഗ്. ഏകദേശം രണ്ടും സെയിം ആണ്. ജസ്റ്റ് ഒരു ടോപ്പിക്കിനെ പറ്റി എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് എഴുതുക. അതേപോലെ തന്നെ ലെറ്റേഴ്സ്. അത് ലെറ്റേഴ്സിൽ ഇൻഫോർമലും വരും, ഫോർമലും വരും. അപ്പോൾ എല്ലാതിൻ്റെയും ഫോർമാറ്റ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇമെയിൽ റൈറ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. +1 നമ്മൾ പഠിച്ചതാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് വരിക. ഫോർമാറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ അനൗൺസ്മെൻറ്റ്. നമുക്ക് അനൗൺസ്മെൻറ്റ് ഏത് ചാപ്റ്ററിൻ്റെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമിഗോ ബ്രദേഴ്സ്, അതേപോലെ തന്നെ പോസ്റ്റ് ഫോർ ക്രിസ്മസ്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് അനൗൺസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഇപ്പോൾ ഈ പറയപ്പെട്ട ഇതിൻ്റെ എല്ലാം ഫോർമാറ്റ് ഞാൻ എന്ത് ചെയ്യാം, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.